ഇന്ന് മുതൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടാൻ ഇ-ഹെൽത്ത് വഴി ഓൺലൈനായി OP ടിക്കറ്റുകൾ ലഭിക്കും. ഇതുവരെ മെഡിക്കൽ കോളേജിൽ ഇ-ഹെൽത്ത് രജിസ്ട്രേഷൻ മാത്രമായിരുന്നു നടന്നിരുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രി OPയിലാണ് ട്രയൽ റൺ നടത്തുക എന്ന മെഡിക്കൽ കോളേജിലെ ഇ-ഹെൽത്ത് നോഡൽ ഓഫീസർ. മൊബൈൽ ഫോണിലൂടെ സ്വന്തമായോ അക്ഷയ കൗണ്ടറുകൾ വഴിയോ OP ടിക്കറ്റ് രജിസ്റ്റർ ചെയ്ത് 10 രൂപ ഫീസ് അടച്ചാൽ QR കോഡും നമ്പറും ലഭിക്കും. ഇതുമായി മെഡിക്കൽ കോളേജ് OPയിലെ പ്രത്യേകം സജ്ജീകരിച്ച കൗണ്ടറിലെത്തിയാൽ OP ഷീറ്റ് പ്രിൻ്റ് ചെയ്ത് ലഭിക്കും. തുടർന്ന് ചികിത്സയും തേടാം. എന്നാൽ സാധാരണ പോലെ കൗണ്ടറുകളിൽ നേരിട്ടും OP ടിക്കറ്റ് ലഭിക്കുന്നതാണ്. രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ആശുപത്രിയിലേക്ക് വരുന്നത് കാരണം OP കൗണ്ടറിൽ കാത്തു നിൽക്കാതെ വേഗത്തിൽ OP ടിക്കറ്റ് ലഭിക്കുന്നതാണ് ഈ ഓൺലൈനായി ലഭിക്കുന്നതിൻ്റെ സൗകര്യം. മെഡിസിൻ, സർജറി, എല്ലുരോഗ വിഭാഗം, ഒഫ്താൽമോളജി, ENT, ത്വക്കുരോഗ വിഭാഗം എന്നിവിടങ്ങളിലേക്കുള്ള OP ടിക്കറ്റാണ് ലഭിക്കുക. ഡോക്ടർമാർക്ക് ആവശ്യത്തിന് കമ്പ്യൂട്ടറുകൾ ഇല്ലാത്തതിനാൽ മരുന്നുകുറിപ്പുകൾ പഴയപടി തുടരും. പരിശോധന, ഫാർമസി, ലാബ് തുടങ്ങിയവയും ഇ-ഹെൽത്തുമായി ബന്ധിപ്പിച്ചാൽ മാത്രമേ സംവിധാനത്തിൻ്റെ ഗുണം രോഗികൾക്ക് പൂർണ്ണമായി ലഭിക്കൂ. ഘട്ടം ഘട്ടമായി എല്ലാ മേഖലകളും ഇ-ഹെൽത്തുമായി ബന്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. നിലവിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലും ചെസ്റ്റ് ആശുപത്രിയിലും ഇ-ഹെൽത്ത് ആരംഭിച്ചിട്ടില്ല. ചികിത്സക്കെത്തുന്നവർക്ക് ഏറെ ഉപകാരപ്രദമാവുന്ന പദ്ധതിയായിട്ടും ഇത് സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് അധികൃതർ ഔദ്യോഗികമായി അറിയിപ്പൊന്നും നൽകിയിട്ടില്ല. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് UHID, അതായത് യുണീക്ക് ഹെൽത്ത് ID ഉണ്ടാക്കാം. ഇ-ഹെൽത്ത് കേരള വെബ്സൈറ്റിലും ഫോൺ നമ്പർ, ആധാർ നമ്പർ, പേര്, വയസ്സ്, വിലാസം തുടങ്ങിയ വിവരങ്ങൾ നൽകി UHID നമ്പർ ഉണ്ടാക്കാം. ആധാർ നമ്പർ അടിക്കുന്നതോടെ ലഭിക്കുന്ന OTP നമ്പർ ഉപയോഗിച്ച് ഇ-ഹെൽത്ത് സൈറ്റിൽ നിന്ന് UHID നമ്പർ ലഭിക്കും. ഇതാണ് പിന്നീട് എല്ലാ ആശുപത്രി ആവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിക്കേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും രജിസ്ട്രേഷൻ എടുക്കാം. ഇതോടെ രോഗിയുടെ തുടർ ചികിത്സ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഇ-ഹെൽത്ത് വെബ്സൈറ്റിൽ ലഭിക്കും. എല്ലാ മേഖലയിലും ഡിജിറ്റലൈസേഷൻ വന്നു തുടങ്ങി. എന്നാൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിലും കൂടി ഇത്തരത്തിൽ ഡിജിറ്റൽ സംവിധാനം വരികയാണെങ്കിൽ രോഗികൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകും. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്യാനും സാധിക്കും. കൂടാതെ ഗവൺമെൻറ് ആശുപത്രികളിലെ വലിയ ക്യൂവിൻ്റെ നിരക്ക് ഒരു ആശ്വാസവുമാകും. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.